ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ലുലുവിൽ പോകണോ നെസ്റ്റോയിൽ പോകണോ എന്ന് കൺഫ്യൂഷനാണ്. ഞാൻ പറഞ്ഞത് നെസ്റ്റോ, മിസ്റ്റർ ധീരജ് പറഞ്ഞത് ലുലു. പക്ഷെ നമുക്ക് ലുലു ആണ് അടുത്ത്. അപ്പം അവിടത്തേക്കാണ് പോയത്. പക്ഷെ ഒടുക്കത്തെ വെയിലായിരുന്നു. നട്ടുച്ചക്കാണ് പോയത്. ഫസ്റ്റ് തന്നെ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുത്തു. ഫിഷെല്ലാം കണ്ടേരം ഏത് വാങ്ങണമെന്ന് കൺഫ്യൂഷനായി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു മത്തി വാങ്ങാം. ധീരജ് പറഞ്ഞു പുയ്യാപ്പിള വാങ്ങാം. അപ്പം ഇതാണ് പുയ്യാപ്പിള. നമ്മൾ കണ്ണൂർ അങ്ങനെ പറയല്, നിങ്ങളെ നാട്ടിൽ എന്നാ പറയലെന്ന് അറിയില്ല. എന്നിട്ട് ഓൻ നല്ലതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്ലൗസെല്ലാം ഇട്ടിട്ട് നോക്കുന്നുണ്ടായിന്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് മത്തിയും പുയ്യാപ്പിളയും വാങ്ങി. പിന്നെ നമ്മൾ അധികം വാങ്ങുന്നതാണ് ഇതുപോലത്തെ സംഭവങ്ങൾ, മാംഗോ, പൈനാപ്പിൾ എല്ലാം നല്ല എരിവ് സ്പൈസി ആയിട്ടുള്ള സംഭവമില്ലേ അത്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിന്. എപ്പോഴും നമ്മൾ മാംഗോയാ വാങ്ങൽ. മാംഗോയും പൈനാപ്പിളും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഈ മാംഗോ വാങ്ങി ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയ ഒരു ഐറ്റമാണ് ഗുലാബ് ജാമും റസ്മലായും. ആദ്യമൊന്നും ഗുലാബ് ജാമും ഞാൻ കഴിക്കലുണ്ടായിട്ടില്ല, കാരണം എനിക്ക് ഷുഗർ ഐറ്റംസ് അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ അതിൻ്റെ അഡിക്റ്റായിപ്പോയി. പക്ഷേ ഗുലാബ് ജാമിനേക്കാളും എനിക്കിഷ്ടം റസ്മലൈയാണ്. അത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസമില്ലേ, ഈ നമ്മളെ ചൂടത്തെല്ലാം പുറത്തു പോയിട്ട് വന്നിട്ട് അത് കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം. ഇപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം എന്ന് പറയുന്നത് റസ്മലൈയാണ്. അപ്പം ഇന്നത്രയുള്ളൂ. ബൈ.